പി ശ്യാംരാജ് ബി.ജെ.പി. നേതാവ് തീവ്രവാദികളെ എന്തുകൊണ്ട് ഇതുവരെ പിടിച്ചിട്ടില്ല? സുരക്ഷാ വിഷയം ഉണ്ടായില്ലേ? അതിന് ഉത്തരമുണ്ടോ? ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞങ്ങൾ ഇപ്പോൾ ചോദിക്കാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. ഞങ്ങളൊന്നും ഇപ്പോഴതല്ല പറയുന്നത്. പക്ഷേ ബി.ജെ.പി. ചെയ്യുന്നത് ബി.ജെ.പി. ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഇനി അങ്ങനെ ഒരു പ്രചാരണം നടത്തുകയാണെന്ന് ചോദ്യം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോൺഗ്രസ് കണ്ടില്ലേ ഈ തരത്തിലൊക്കെ രാജ്യം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഈ തരത്തിൽ ചോദ്യം ചോദിക്കുകയാണ്. അതിപ്പോഴാണോ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ഇത് ഒരു തിരിച്ചാക്രമണം ആഭ്യന്തരമായിട്ട് നടത്താൻ ബി.ജെ.പി. ശ്രമിക്കുന്നു. രാഷ്ട്രീയപരമായിട്ട് ചില ഒരു കളി കളിക്കാൻ ബി.ജെ.പി. വിചാരിച്ചപ്പോൾ കോൺഗ്രസ് ഇല്ല ആ കളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. രാജ്യം നടത്തുന്ന സ്ട്രാറ്റജി പേഷ്യൻസ്, സൈനിക ഓപ്പറേഷൻസുകൾ, നയതന്ത്ര ഇടപെടൽ അത് മറ്റു വിഷയമാണ്. ബി.ജെ.പി. ഈ വിഷയത്തിനകത്ത് രാജ്യത്തിനകത്ത് നടത്തുന്ന നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ രാഷ്ട്രീയമാണ്. അതാണ് കോൺഗ്രസ് പറയുന്നത്. മറുപടി അവരുടെ പറയുന്ന വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കണം. കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം പറയുകയും പക്ഷെ പ്രവർത്തിക്കുന്നത് മറ്റൊരു രീതിയിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അതിന് ഉത്തരങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ ബസന്ത് പറയുകയുണ്ടായി, ഇവരുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അവരുടെ ഉന്നതാധികാര സമിതി ഇരുന്നിട്ട് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിനും പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ നിന്നുള്ള AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാലിന് നമ്മുടെ തീരുമാനം, കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്ന ഈ രാജ്യത്തിനൊപ്പം നിൽക്കലാണ്, മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള നിലപാടുകൾ ഏതെങ്കിലും വക്താക്കളോ ഏതെങ്കിലും നേതാക്കളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടനാ നടപടി നേരിടേണ്ടി വരും. അതായത് ഏതെങ്കിലും രീതിയിൽ ഈ രാജ്യത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടനാ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ഈ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് പറയേണ്ട സർക്കുലർ ഇറക്കേണ്ട സാഹചര്യം എന്താ ഉണ്ടായത്? ഇവർ പറഞ്ഞിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഉന്നതാധികാര സമിതി ഒരു കാര്യം പറയുകയും ഒരു കാര്യം തീരുമാനിക്കുകയും ഇവർ ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലെ KPCCയുടെ എക്സ് ഹാൻഡിലല്ലേ അവിടെ പാകിസ്ഥാനിൽ ചർച്ചയായിട്ടുള്ളത്? പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ ചർച്ചയായിട്ടുള്ളത് കേരളത്തിൽ നിന്നുള്ള ഈ ബസന്ത് അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ്കാരുടെ അഭിപ്രായമാണെന്നേ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇങ്ങനെ കോൺഗ്രസ്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സിദ്ധരാമയ്യ പറഞ്ഞത് എന്താണ്? സിദ്ധരാമയ്യ ഈ കേരളത്തിലെ എക്സ് ഹാൻഡിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു മുൻ മന്ത്രി തന്നെയാണ്, ഇമ്രാൻഖാന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ഒരു മന്ത്രി തന്നെയാണ് ഇവരുടെ എക്സ് ഹാൻഡിൽ റീട്വീറ്റ് ചെയ്തിട്ടുള്ളത്, റീപോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു യുദ്ധം വേണ്ട എന്ന്. അതും പാകിസ്ഥാനിലെ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ നേതാക്കന്മാർ ചർച്ച ചെയ്തില്ലേ? അതോടൊപ്പം തന്നെ കർണാടകത്തിലെ എക്സൈസ് മന്ത്രി പറഞ്ഞത് കുറച്ചുകൂടെ കടന്നു കൈയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കോൺഗ്രസിന്റെ മന്ത്രിമാര്, കോൺഗ്രസിന്റെ നേതാക്കന്മാര്, ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇവർ പറഞ്ഞതിനെ, ഇവർ ഈ രാജ്യത്തിനെതിരെ പറഞ്ഞതിനെ, ഇവർ ഈ രാജ്യത്തിലെ സൈനികരെ സംശയിച്ചതിന് എതിരെ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതിനെതിരെ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനിയും പറയുക തന്നെ ചെയ്യും. ഇത് ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോടും വക്താക്കളോടും വായടച്ച് ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കാൻ പറഞ്ഞ് ഞങ്ങളല്ലെന്നേ. BJPയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയൊന്നുമല്ല, KPCCയുടെ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെയാണ്. അപ്പൊ വസന്തിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്തു എന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കേണ്ടത് നിങ്ങളുടെ തന്നെ നേതാക്കന്മാരോടാണ്, നിങ്ങളുടെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിയോടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ എനിക്ക് ഇക്കാര്യം ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഇന്ദിരാഗാന്ധിയെ വളരെ മഹത്വവൽക്കരിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? 74 യുദ്ധത്തിന് ശേഷം എന്ത് സംഭവിച്ചു? 93,000 വരുന്ന പാകിസ്ഥാനിലെ പട്ടാളക്കാർ കീഴടങ്ങിയിട്ട് ഇന്ത്യൻ ജനതയുടെ, ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവെള്ളയിൽ ഇരുന്നിട്ട് എല്ലാവരെയും വിട്ടുകൊടുത്തില്ലേ? അതോടൊപ്പം തന്നെ ആ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വിവരം നാളിതുവരെയായിട്ടും കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അപ്പൊ വെറുതെ കാര്യങ്ങൾ പറയരുത്. ഈ നാട്ടിൽ തീവ്രവാദ ആക്രമണം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത സ്ഥലമാണ്, പാടില്ലാത്ത ഒരു സംവിധാനമാണ്. ഈ ടെററിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവർ ഉണ്ടായ കാലം മുതൽക്കേ തീവ്രവാദം ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെ ശരീരത്തിന്റെ വിവിധ ഇടങ്ങളിൽ കുത്തി ചോര വമിപ്പിച്ച് അതിൽ നിന്ന് വ്രണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അവരെ എല്ലാ രീതിയിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. വെറും 12ാമത്തെ ദിവസമാണെന്ന് കടന്നു പോയിട്ടുള്ളത്. ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്താണ് 10ാമത്തെ ദിവസമാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചത്. ഇനി അതിനുശേഷം പുൽവാമയ്ക്ക് തിരിച്ചടി നമ്മൾ കൊടുക്കുന്ന എപ്പോഴാണ്? 12ാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ ഈ 12ാമത്തെ ദിവസം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു, ഇന്ത്യൻ സൈനികർ, നട്ടലുള്ള ചങ്കുറപ്പുള്ള നമ്മുടെ എല്ലാവരുടെയും ഈ രാജ്യത്തിന്റെ സൈനികർ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ യാതൊരു
സംശയം വേണ്ട. പാകിസ്ഥാന്റെ പത്തിക്ക് ഇനി അവർ ഉയർത്തെഴുന്നേൽക്കാത്ത രീതിയിലുള്ള തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. പക്ഷെ അവരുടെ ഇതിനകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ യുദ്ധം എന്ന് പറയുന്നത് നേർക്ക് നേർ നിന്നുകൊണ്ടുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധം മാത്രമാണോ? ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള മുഴുവൻ വിദഗ്ധരും അക്കാര്യം വളരെ വിശദമായിട്ട് ഏകദേശം അരമണിക്കൂറോളം സംസാരിക്കുക തന്നെ ചെയ്തു. നോക്കൂ, ഇവിടെ പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായിട്ടുള്ള 20 നമ്മുടെ ജനങ്ങളെ കൊന്ന് അവരില്ലാതാക്കിയ അതിന്റെ പിറ്റേന്ന് മുതൽ ആ നിമിഷം മുതൽ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഏകദേശം 25% വരുന്ന പാകിസ്ഥാന്റെ GDP-യെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതായത് ഇവിടെ നിന്ന് ഉദ്ഭവിക്കുന്നതാണെങ്കിൽ കൂടി ആ സിന്ധു നദി നിന്നുള്ള വഹിക്കുന്ന ജലത്തിന്റെ ഒരു 80-90% ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ ജനതയാണ്. ആ നദീജല കരാർ റദ്ദാക്കിയോടുകൂടി തന്നെ അവർക്ക് മരവിപ്പിച്ചതോടുകൂടി തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇനി ആ രാജ്യത്തിന്റെ ഒരു മുഴുവനുള്ള ഒരു അവസ്ഥ കൂടി നമ്മളൊന്ന് എടുത്തു നോക്ക്. ഈ ഒരു സ്വാഭാവികമായിട്ട് യുദ്ധം നീണ്ടു പോകുന്നത് പോലും ഒരു സ്ട്രാറ്റജിയാണ്. എന്താണ് സംഭവിക്കുക? അവർക്ക് ഈ അതിർത്തിയിൽ അവർക്കല്ലെങ്കിൽ യുദ്ധത്തിന്റെ സന്നാഹവുമായിട്ട് തയ്യാറായിട്ട് നിൽക്കാൻ തന്നെ എത്ര നാളേക്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് മിക്ക സ്ഥലങ്ങളിലും ആഭ്യന്തരമായിട്ടുള്ള പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്ത് ഇനി ആ തരത്തിലുള്ള ആരോപണങ്ങളും വരാം. ഇവിടെയും തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടെയും അത്തരത്തിലൊരു സ്ട്രാറ്റജി അവലംബിക്കുകയാണ് BJP എന്ന് പറയാം. വസന്ത്, അത്തരത്തിൽ ഒരു പക്ഷേ അങ്ങനെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ എന്തോ പറയാൻ വേണ്ടി വന്നിരുന്നു, ശ്യാമിലേക്ക് വരാം അതിനുശേഷം. വസന്ത്, ശ്യാംരാജിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഞാൻ കൈ ഉയർത്തിയത് ശ്രീ അപർണ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ വളരെ കൃത്യമായി ഞാൻ അടങ്ങുന്ന വിവിധ PCCകളുടെ സ്പോക്ക് പേഴ്സൺസിന്, AICCയുടെ സ്പോക്ക് പേഴ്സൺസിന്, പാർട്ടിയുടെ ബൂത്ത് ലെവലിൽ അടക്കമുള്ള ഞങ്ങൾ അടങ്ങുന്ന സാധാരണ പ്രവർത്തകർക്ക് എല്ലാം നിർദ്ദേശം നൽകി. അത് നല്ല കാര്യമല്ലേ? അങ്ങനെ നിർദ്ദേശം നൽകുന്ന സംസ്കാരമാണ് ഞങ്ങളുടേത്. നിങ്ങളുടെ നേതാക്കന്മാർ ബാവിട്ട് പറഞ്ഞു അത് രാജ്യത്തിന് വിരുദ്ധമായി, അതറിഞ്ഞു, അത് തിരുത്തേണ്ടതായിട്ട് നിങ്ങളുടെ ഉന്നതാധികാര സമിതിയുടെ നിലപാടിനെതിരെ പറഞ്ഞാലെന്നാണ്. വസന്തേ, നിങ്ങളുടെ ഉന്നതാധികാര സമിതിയുടെ നിലപാടിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘടനാ നിലപാടെടുക്കുമെന്നാണ് സർക്കുലർ. അല്ലാതെ നിങ്ങൾ പറയരുതെന്നൊന്നും അല്ല. ഇനി ഒരു യുദ്ധകാലത്ത് രാജ്യത്തിനെതിരെ പറയരുന്ന സർക്കുലർ ഇറക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായോ? നിങ്ങൾ ദേശീയ പാർട്ടിയാണെന്നല്ലേ അവകാശപ്പെടുന്ന പാർട്ടിയല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു ഗതികേടിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഇത് രണ്ടാമത്തെ സർക്കുലറാണ്. ഇത് ആദ്യം നിങ്ങളുടെ ആളുകൾ തീരുമാനിച്ചു, നിങ്ങളുടെ ഉന്നതാധികാര സമിതി ഇരുന്ന് തീരുമാനിക്കുന്നു, ഈ സമയത്ത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നു. അതിനെതിരെ നിങ്ങളുടെ ആളുകൾ പറഞ്ഞപ്പോൾ ആ സമയത്താണ് രണ്ടാമത്തെ സർക്കുലർ വന്നിട്ടുള്ളത്. ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ വായടപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് വന്നിട്ടുള്ള സർക്കുലർ ഒന്നും അല്ലത്. അത് നിങ്ങളോട് നിങ്ങൾ ഇനിയെങ്കിലും പറയരുത് എന്നുള്ള ഒരു സർക്കുലറാണത്.